ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി 14. ഒരു പുതിയ തുടക്കം. യഹോവേ, വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. സങ്കീർത്തനങ്ങൾ 120:2. നമ്മൾ സത്യമാണെന്ന് ഊഹിച്ചത് കള്ളമാണ് എന്ന വേദനാജനകമായ തിരിച്ചറിവിലാണ് ക്രിസ്തീയ അവബോധം ആരംഭിക്കുന്നത്. യൂജിൻ പീറ്റേഴ്സൺ സങ്കീർത്തനം 120 കുറിച്ചുള്ള തൻ്റെ ശക്തമായ അവലോകനങ്ങളിൽ എഴുതി, ആരോഹണ സങ്കീർത്തനങ്ങളിൽ, അതായത് സങ്കീർത്തനങ്ങൾ 120 മുതൽ 134 വരെയുള്ളതിൽ ആദ്യത്തേതാണ് സങ്കീർത്തനം 120. യെരൂശലേമിലേക്കുള്ള യാത്രാമധ്യേ തീർത്ഥാടകർ പാടിയതാണിത്. എ ലോങ് ഒബീഡിയൻസ് ഇൻ ദി സെയിം ഡയറക്ഷനിൽ പീറ്റേഴ്സൺ അവലോകനം ചെയ്തിരിക്കുന്നത് പോലെ ഈ സങ്കീർത്തനങ്ങൾ ദൈവത്തിലേക്കുള്ള ആത്മീക യാത്രയുടെ ഒരു ചിത്രം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. വ്യത്യസ്തമായ ഒന്നിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അവബോധത്തോടെ മാത്രമേ ആ യാത്ര ആരംഭിക്കാൻ കഴിയൂ. പീറ്റേഴ്സൺ പറയുന്നത് പോലെ ക്രിസ്തീയ വഴിയിലേക്ക് പുറപ്പെടാനുള്ള പ്രചോദനം കണ്ടെത്തുന്നതിന് ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയോടെ തികഞ്ഞ വെറുപ്പ് തോന്നേണ്ടതുണ്ട്. ഒരാൾ കൃപയുടെ ലോകത്തിനായുള്ള ആത്മീയ വിശപ്പ് നേടുന്നതിനു മുമ്പ് ലോകത്തിൻ്റെ വഴികൾ മടുത്തു തുടങ്ങിയിട്ടുണ്ടാകും. നമുക്ക് ചുറ്റുമുള്ള ലോകത്ത് നാം കാണുന്ന തകർച്ചയും നിരാശയും കണ്ട് നിരാശപ്പെടുന്നത് വളരെ എളുപ്പമാണ്. നമ്മുടെ സംസ്കാരം പലപ്പോഴും മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന കഷ്ടങ്ങളോട് കടുത്ത അവഗണന കാണിക്കുന്നു. 120 സങ്കീർത്തനം സത്യസന്ധമായി ഇതിനെക്കുറിച്ച് വിലപിക്കുന്നു. ഞാൻ സമാധാനപ്രിയനാകുന്നു, ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലശൽ തുടങ്ങുന്നു. എന്നാൽ നമ്മുടെ ഒരേ ഒരു സഹായമായ രക്ഷകന് നമ്മെ വിനാശകരമായ നുണകളിൽ നിന്ന് സമാധാനത്തിൻ്റെയും സമ്പൂർണതയുടെയും പാതകളിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു പുതിയ തുടക്കത്തിലേക്ക് നമ്മെ ഉണർത്താൻ കഴിയുമെന്ന് തിരിച്ചറിയുന്നതിൽ സൗഖ്യവും സ്വാതന്ത്ര്യവുമുണ്ട്. ഈ പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് അവനെയും അവൻ്റെ വഴികളെയും അന്വേഷിക്കാം. രോഗശാന്തിയും സ്വാതന്ത്ര്യവുമുണ്ട്. ഈ പുതുവർഷത്തിൽ നമുക്ക് അവനെയും അവൻ്റെ വഴികളെയും അന്വേഷിക്കാം. ചിന്തിക്കുക, നിങ്ങൾ എങ്ങനെയാണ് വിനാശകരമായ വഴികൾ ശീലമാക്കിയത്? എങ്ങനെയാണ് സുവിശേഷം നിങ്ങളെ സമാധാനത്തിൻ്റെ വഴികളിലേക്ക് ക്ഷണിക്കുന്നത്? ദൈവത്തിന് മഹത്വം.